ഹലോ നമസ്കാരം. ഇന്ന് നമ്മളൊരു അടിപൊളി അവൽ പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു പായസമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു പായസമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് ഒന്ന് നല്ലപോലെ ഉരുകി വന്നു കഴിയുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. ആദ്യം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 5-6 അണ്ടിപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനൊരു കപ്പ് അവൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നല്ലപോലെ ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് ഉണക്കമുന്തിരി കൂടി എടുക്കാം. അതും നല്ലപോലെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ കണ്ടോ, നല്ലപോലെ ഒന്ന് വീർത്ത് വന്നു കഴിഞ്ഞാൽ മാറ്റി വെക്കാം. അതിനുശേഷം അതേ പാനിൽ തന്നെ ആ നെയ്യിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ള അവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് അവിലുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിനി ഈ സെയിം പാൻ തന്നെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് കരാമലൈസ് ചെയ്യണം. അത് പഞ്ചസാര ഒന്ന് കരാമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കളർ ചേഞ്ച് ആയി ഒന്ന് ലൈറ്റ് കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തന്നെ 1 ലിറ്റർ പാല് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ചൂട് പാലാണ് അതിലേക്ക് ഒഴിക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് പാല് നമ്മൾ തണുത്ത പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് വേണം ഒഴിക്കാൻ. ഞാൻ അവിടെ ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവിൽ അതിലേക്ക് ഇടാം. നല്ലപോലെ ഇളക്കി അതൊന്ന് നല്ല കുറുകി പരുവത്തിലാവണം. പായസത്തിൻ്റെ പരുവത്തിലായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇത് കുടിച്ചിട്ട് എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന പായസമാണ്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വീട്ടിലുള്ള അവൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. എല്ലാവരും അപ്പോൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൽ ശർക്കര വെച്ചിട്ടുണ്ടാക്കാം, പഞ്ചസാര വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ശർക്കര വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ പാലിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കാവുന്നതാണ്. അതിനും നല്ല രുചിയാണ് അങ്ങനെ ഉണ്ടാക്കുന്നതും. അതൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ചാനലിൽ കമൻറ്റ് പറയണം. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് റിത്തൂസ് രുചികൾ.